ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അനീതിയോട് സന്ധി ചെയ്യുന്നതാണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കുറ്റമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ അനശ്വര വിപ്ലവകാരി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 118ാം ജന്മദിനമാണ് ജനുവരി 23. ഇന്ത്യയിൽ അന്ന് നടമാടിയിരുന്ന എല്ലാവിധ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അദ്ദേഹം പോരാടി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കെട്ടിക്കിടക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ റവന്യൂ സർവേ മെഗാ അദാലത്ത് കോഴിക്കോട്ട്. ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ജില്ലയിൽ വിവിധ പരിപാടികൾ. കോഴയും അഴിമതിയും കൊണ്ട് ഭരണക്കാർ തഴച്ചു വളരുകയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ റവന്യൂ വകുപ്പിന് കീഴിൽ കെട്ടിക്കിടന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മേൽനോട്ടത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ റവന്യൂ സർവേ മെഗാ അദാലത്ത് നടന്നു. പരിപാടിയോടനുബന്ധിച്ച് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ തുടങ്ങി ഭരണനേട്ടമാണ് പ്രദർശനത്തിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ റവന്യൂ വകുപ്പിന് കീഴിൽ കെട്ടിക്കിടന്ന പരാതികൾക്ക് പരിഹാരം. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മേൽനോട്ടത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലാണ് റവന്യൂ സർവേ മെഗാ അദാലത്ത് നടന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 13,075 പരാതികൾ ലഭിച്ചതിൽ 9,958 പരാതികൾ പരിഹരിച്ചതായി റവന്യൂ മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് അടക്കമുള്ള 6 ജില്ലകളിൽ 2,94,236 പരാതി ലഭിച്ചിരുന്നു. ഇതിൽ 2,03,882 പരാതികൾക്ക് പരിഹാരം കണ്ടതായും ഇ സർട്ടിഫിക്കറ്റ് പദ്ധതി ആരംഭിച്ച ശേഷം 1,13,06,870 സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും മന്ത്രി പറഞ്ഞു. ഈ 6 ജില്ലകൾ മൊത്തത്തിൽ എടുത്ത് പരിശോധന നടത്തിയ 2,94,236 പരാതികളാണ് ഉണ്ടായിരുന്നത്. ഇന്നിവിടെ പരിഹരിച്ചതുകൂടി കണക്കിലെടുക്കുമ്പോൾ 2,38,082 പരാതികൾ പരിഹരിക്കപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. മേയർ എ കെ പ്രേമജം ഭദ്രദീപം തെളിയിച്ചു. സാമൂഹ്യനീതി മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. ഇതിനെ മാതൃകയാക്കി ഇനി സാമൂഹ്യനീതി വകുപ്പിലും ഇതുപോലെയുള്ള ബഹുജന പങ്കാളിത്തത്തിലുള്ള അദാലത്തുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് MP MK രാഘവൻ, MLA മാരായ A പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, PT റഹീം, ഉമ്മർ മാസ്റ്റർ, AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ CA ലത, റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഫോട്ടോ പ്രദർശനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തുടങ്ങി ഭരണനേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 1,53,36,000 രൂപ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന റവന്യൂ അദാലത്തിൽ മന്ത്രി വിതരണം ചെയ്തു. ദേശീയ കുടുംബക്ഷേമ പദ്ധതി, പ്രകൃതിക്ഷോഭം തുടങ്ങിയവയിൽ നേരത്തെ പാസായ തുകയും വിതരണം ചെയ്തു. പങ്കെടുക്കുന്ന പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി പ്രത്യേക കൌണ്ടറുകൾ സജ്ജമാക്കിയിരുന്നു. രാവിലെ 9 മണിക്കാണ് പരിപാടി ആരംഭിച്ചത്. നോഡൽ ഓഫീസർ ADM K രാധാകൃഷ്ണന്റെ മേൽനോട്ടത്തിലായിരുന്നു പരാതികൾ സ്വീകരിച്ചിരുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുക്കിയ പ്രധാന വേദിയിലെ പന്തൽ വിഭജിച്ച് ഓരോ താലൂക്കുകൾക്കും 4 സ്റ്റാളുകൾ വീതവും കലക്ടറേറ്റിന് പ്രത്യേക സ്റ്റാളും ഒരുക്കിയിരുന്നു. അപേക്ഷ സ്വീകരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും കൌണ്ടറുകളിൽ റവന്യൂ വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു.
കേന്ദ്ര സർക്കാരിന്റെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AITUC മോട്ടോർ തൊഴിലാളികൾ കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AITUC മോട്ടോർ തൊഴിലാളികൾ കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത് ഉപജീവന മാർഗം കഴിക്കുന്ന മോട്ടോർ വ്യവസായ മേഖലയെ സ്വകാര്യവൽക്കരിച്ച് കുത്തകൾക്ക് നൽകുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. PM ഗോപിനാഥ്, MT പ്രഭാകരൻ, P ഗോപാലകൃഷ്ണൻ, M സുരേന്ദ്രൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മോട്ടോർ വ്യവസായ മേഖലയാകെ സ്വകാര്യവൽക്കരിക്കുന്നതിനും അത് ബഹുരാഷ്ട്ര കുത്തകകൾക്കും കൈമാറുന്നതിനും വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് PK നാസർ അധ്യക്ഷത വഹിച്ച ധർണയിൽ VR രമേശ്, U സതീഷ്, അബ്ബാസ് മേലാത്ത്, മജീദ് എന്നിവർ സംസാരിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ദേശസ്നേഹികളുടെ പൈതൃകം അവകാശപ്പെടാൻ പുതിയ തലമുറയ്ക്ക് ആത്മാർത്ഥമായി കഴിയുന്നില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം NV പ്രദീപ് കുമാർ. നേതാജി ജന്മദിനാഘോഷ സമ്മേളനവും മതസൌഹാർദ്ദ പ്രതിജ്ഞയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതാജി ജന്മദിന ആഘോഷ സമ്മേളനവും മതസൌഹാർദ്ദ പ്രതിജ്ഞയും നടന്നു. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി KPCC നിർവാഹക സമിതി അംഗം NV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ദേശസ്നേഹികളുടെ പൈതൃകം അവകാശപ്പെടാൻ പുതിയ തലമുറയ്ക്ക് ആത്മാർത്ഥമായി കഴിയുന്നില്ലെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇന്ന് മൂല്യച്യുതികൾ ഏറെയാണ്. യുവതലമുറയ്ക്കും വിദ്യാർത്ഥികൾക്കും രാജ്യസ്നേഹത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായ ഭാരതവും തമ്മിലുള്ള വിശകലനം നടത്തുമ്പോൾ ചരിത്രപരമായ ആ വിഷയങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ വിശകലനം നടത്തുമ്പോൾ അവിടെയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച് അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഈ രാജ്യത്ത് നേടിയ ഒട്ടനവധിയായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ കുറിച്ചോ നമ്മുടെ ഭാരതത്തിനുണ്ടായിട്ടുള്ള അഭിമാനകരമായ ഒട്ടനവധി വികസനപരമായ കാര്യങ്ങളെ കുറിച്ചോ മറന്നുകൊണ്ടല്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് TM രവീന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. INTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ MP പത്മനാഭൻ, അഡ്വക്കേറ്റ് M രാജൻ, KT അരവിന്ദാക്ഷൻ, CS സത്യഭാമ, UV ദിനേശ് മണി തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖല തകരുകയും തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വൻ വിലത്തകർച്ചയെ നേരിടുകയും ചെയ്യുന്നത് മൂലം കർഷകർ കേഴുമ്പോൾ ഭരണക്കാർ കോഴയും അഴിമതിയും കൊണ്ട് തഴച്ചു വളരുകയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. കോഴകൾ പെരുകുകയും ജനങ്ങൾ തകരുകയുമാണ് കേരളത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന് ഇപ്പോൾ ഏറ്റവും വലിയ ചിന്ത ഈ കോഴ വിവാദത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് മാത്രമാണ്. പക്ഷെ രക്ഷപ്പെടത്തില്ല. കാരണം ഓരോ ദിവസവും തെളിവുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തില് അടുത്തത് ഒന്ന് അന്വേഷിക്കേണ്ടത്, ഞാനത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, അന്വേഷിക്കേണ്ടത് ഈ വാങ്ങിയ കോഴയൊക്കെ എവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊന്ന് അന്വേഷിക്കേണ്ടതാണ്. എവിടെ എത്തി എന്നുള്ളത് കണ്ടാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇനി പുറത്തു വരും. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച് പെൻഷനും വാങ്ങി വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർ ഈ വാർത്ത കണ്ടാൽ നാണിക്കും. പരമ്പരാഗത രീതിയിൽ നിലമുഴുതുമറിച്ച് വിത്തിറക്കി 100 മേനി വിളയിക്കുകയാണ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നും വിരമിച്ച നാരായണൻ നായർ. എളുപ്പമാർഗത്തിൽ കൃഷി ചെയ്യാൻ ടില്ലർ ഉപയോഗിച്ച് നിലമുഴുതുമറിക്കുന്നവർക്കും കൃഷി നഷ്ടക്കച്ചവടമാണെന്ന് പറയുന്നവർക്കും അണേലിയിലെ കൃഷ്ണാലയത്തിൽ PV നാരായണൻ നായരെ കണ്ടുപിടിക്കാൻ ഏറെയുണ്ട്. അച്ഛനും കാരണവന്മാരും മൂരിക്കുട്ടന്മാരെ ഉപയോഗിച്ച് കൃഷി നടത്തിയ വയലുകളിൽ നാരായണൻ നായർ നേരിന്റെ പാതകൾ കൈവിടാതെയാണ് ഇപ്പോഴും കൃഷിയിലൂടെ മുന്നോട്ടു പോകുന്നത്. നേരത്തെ മിലിറ്ററിയിലെ ഇന്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞ് കൃഷിയിൽ താൽപര്യം തോന്നി അച്ഛനോടൊത്ത് വയലിൽ ഇറങ്ങുകയായിരുന്നു. കൊയ്ത്തിനൊന്ന് പണിക്ക് ആളെ കിട്ടുന്നില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും നെല്ല് കൊയ്ത്തിനും കറ്റ കെട്ടിനും കറ്റ തല്ലിനും ഒക്കെ ഞങ്ങൾ തന്നെ മെനക്കെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനും വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒരു ദിവസം 360 ദിവസവും തിന്നാനുള്ള നെല്ല് ഞാൻ എന്റെ വയലിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നിലം ഉഴുതുമറിക്കാൻ അക്കാലത്ത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന മൂരികളെ മാറ്റി വാങ്ങിച്ചെങ്കിലും ഇപ്പോഴും തന്റെ ഉടമസ്ഥതയിലുള്ള വയലിൽ കൃഷി ചെയ്യാൻ നിലം ഉഴുതുമറിക്കുന്നത് ഇവയെ ഉപയോഗപ്പെടുത്തിയാണ്. ജൈവവളത്തിന്റെ മേന്മയിൽ
തവളക്കണ്ണൻ, തമ്പുരാൻ, കുട്ടനാടൻ തുടങ്ങിയ പഴയകാലത്തെ വിത്തുകളും ജയ, ഒറീസ, അയ്യാറിട്ട് ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളും തന്റെ പാടത്തെ കൃഷിക്ക് ഇദ്ദേഹം ഉപയോഗിക്കുന്നു. നേന്ത്രവാഴ കൃഷിയും പച്ചക്കറിയുമെല്ലാം ആവുന്ന വിധത്തിൽ ചെയ്യുന്ന പതിവും ഇദ്ദേഹത്തിനുണ്ട്. 365 ദിവസവും കുത്തിരിച്ചോറ് കഴിക്കുന്ന ഈ കുടുംബത്തിന് ഇദ്ദേഹത്തെ സഹായിക്കാൻ യാതൊരു മടിയുമില്ല. മക്കളും ഭാര്യയും ഇദ്ദേഹത്തെ സഹായിക്കാൻ സദാ തയ്യാർ തന്നെ. കൃഷിഭവനുകളെയും സർക്കാരിനെയും കാത്തുനിൽക്കാതെ പാടത്ത് പൊന്നു വിളയിക്കുന്ന നാരായണൻ നായരുടെ വീട്ടിൽ കറ്റമെതിക്കലും പുല്ല് അട്ടിവെക്കുന്നതുമെല്ലാം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ആനുകൂല്യം തരുന്നത് പേരിന് മാത്രം കിട്ടുന്നത് കൊണ്ട് ഞാൻ കട്ടൻ ചായ കൊടുക്കുന്ന പൈസ പോലും എനിക്ക് കൃഷിപ്പണി കൊണ്ട് ഇതുവരെ ഗവൺമെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്ന് വെച്ചാൽ കൃഷി ഞാൻ ആവുന്നിടത്തോളം ഒഴിവാക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും അടുത്ത കൃഷിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ 2 ഭൂരി ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് ഇപ്പോഴും. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തലവൻ ബറാക് ഒബാമയെ സ്വീകരിച്ച് ആദരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘചിത്ര രചന സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ M. ലക്ഷ്മണൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ ലോകജനതയുടെ മുഖ്യശത്രുവും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തലവനുമായ ബറാക് ഒബാമയെ സ്വീകരിച്ച് ആദരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം സംഘചിത്രരചന സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ M. ലക്ഷ്മണൻ മാസ്റ്റർ സംഘചിത്രരചന ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ചിത്രരചന സംഘടിപ്പിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ആർട്സിലെയും യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ആർട്സിലെയും വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ യുദ്ധവ്യാപാരിയായ ഒബാമ എത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ രചന നടത്തിയിരിക്കുന്നത്. വാർത്തയിൽ ഒരിടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പുരി കലാകാരന്മാരുടെ അക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആനാകുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് പയ്യോളിയിൽ വർണ്ണാഭമായി തുടക്കം. സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനത്തോടെയാണ് 37ാമത് ടെക്നിക്കൽ കലോത്സവത്തിന് തിരിതെളിഞ്ഞത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 48 വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ലധികം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ സാമൂഹിക വിരുദ്ധമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും ജനമനസ്സുകളെ ത്രസിപ്പിക്കുന്ന കലോത്സവങ്ങളിലെ മാറ്റുരയ്ക്കൽ സമൂഹ നന്മയ്ക്ക് മാറണമെന്നും മന്ത്രി KP മോഹനൻ പറഞ്ഞു. 37ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലാമേള പയ്യോളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അൺസോഷ്യലായി മാറുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. K. ദാസൻ MLA അധ്യക്ഷം വഹിച്ചു. സ്മരണിക പ്രകാശനം നിർവഹിച്ച ഗോകുലം ഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT സിന്ധു, മൂടാടി പഞ്ചായത്ത് പ്രസിഡന്റ് K. ജീവാനന്ദൻ, പയ്യോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ അബ്ദുറഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VT ഉഷ, മേലടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജ ചെത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ VVM ബിജിഷ, TH സൂപ്രണ്ട് ഫോറം പ്രസിഡന്റ് അബൂബക്കർ കുഞ്ഞ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പുനത്തിൽ ഗോപാലൻ മാസ്റ്റർ, PV രാമചന്ദ്രൻ, PK ഗംഗാധരൻ, PV അഹമ്മദ്, റാണ പ്രതാപ്, K. ശശിധരൻ, MT അബ്ദുള്ള, സാങ്കേതിക വിദ്യാഭ്യാസ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ N. ശാന്തകുമാർ, NC മുസ്തഫ എന്നിവർ സംസാരിച്ചു. ശലഭം പോലെ പാറി നടക്കുന്ന പ്രായത്തിൽ ഒരു വലിയ അംഗീകാരത്തിന്റെ നിറം മങ്ങാത്ത സന്തോഷത്തിലാണ് അന്യക. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വച്ച് നടന്ന ഓൾ കേരള ബാലതരംഗം നഴ്സറി കലോത്സവത്തിൽ ശലഭറാണി പട്ടം ലഭിച്ചത് ഈ കുഞ്ഞു പ്രതിഭയ്ക്കായിരുന്നു. ഇപ്രാവശ്യം കോഴിക്കോട് നടക്കുന്ന ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് അന്യക എത്തിയത്. സൂര്യനു മുൻപേ ഉറക്കമുണരുന്ന സ്നേഹ പ്രകാശമാണമ്മ. കുഞ്ഞു
അന്യക ഏറെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ മാസം തനിക്ക് കിട്ടിയ ശലഭറാണി പട്ടത്തിന്റെ നിറം മങ്ങാത്ത സന്തോഷത്തിലാണ് അന്യക. ആ സന്തോഷത്തിലാണ് ഇപ്രാവശ്യവും അന്യക കോഴിക്കോട് നടക്കുന്ന ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ചു നടന്ന ബാലതരംഗം നഴ്സറി കലോത്സവത്തിൽ ശലഭറാണി പട്ടത്തിന് അർഹയായത് ഈ കുഞ്ഞു പ്രതിഭയാണ്. മെഡിക്കൽ കോളേജ് ഉർസിലിൽ നഴ്സറി സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ് അന്യക. ഇത്ര ചെറുപ്പത്തിലെ തന്നെ മകൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ ഏറെ സന്തോഷത്തിലാണ് അന്യകയുടെ മാതാപിതാക്കൾ. വ്യക്തിഗത ചാമ്പ്യൻഷിപ്പായ ശലഭ റാണിപ്പട്ടം അവൾ കരസ്ഥമാക്കി. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹർ. അവൾ നല്ല ടാലന്റഡ് ഗേളാണ്. ഇനി എത്തണമെന്നാണ് ആഗ്രഹം. ചിത്രാഞ്ജലി കലോത്സവത്തിൽ നാടോടി നൃത്തത്തിലും കഥ പറയലിലും ആംഗ്യപ്പാട്ടിലുമാണ് അന്യക പങ്കെടുക്കുന്നത്. മെഡിക്കൽ കോളേജ് കാളാണ്ടിത്താഴം സ്വദേശി റിട്ടയർഡ് നേവി സഞ്ജീവ് കുമാറിന്റെയും മീഞ്ചന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് ജിനി സഞ്ജീവിന്റെയും ഇളയ മകളാണ് അന്യക. ഗോവിന്ദപുരം സെൻട്രൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് ചേട്ടനാണ്. ഒരു പക്ഷേ ഈ കുഞ്ഞു പ്രതിഭയെ കാത്ത് ഒരുപാട് അംഗീകാരങ്ങൾ ഇനിയും കാത്തിരിക്കുന്നുണ്ടാകാം. വെയിലേറ്റുവാടുമ്പോൾ തണലായി മാറുന്ന തീരാത്ത സ്നേഹമാണമ്മ, തീരാത്ത സ്നേഹമാണമ്മ. ചിത്രാഞ്ജലി കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ മിഥുനോടൊപ്പം മനീഷ പ്രസൂൺ. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയെങ്കിലും രാജ്യം ഭരിക്കുന്നത് RSS ആണെന്നും സർവ്വ മേഖലയിലും കാവ്യവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. വർഗീയതയ്ക്കെതിരെ മാനവ ജാഗ്രത എന്ന പേരിൽ DYFI അരക്കിണർ മേഖല സംഘടിപ്പിച്ച വിവേകാനന്ദ ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ മാനവ ജാഗ്രത എന്ന സന്ദേശവുമായി DYFI അരക്കണർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ ഗാന്ധി സ്മൃതി സംഗമം നടത്തി. അരക്കണർ അങ്ങാടിയിൽ നടന്ന പരിപാടി SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയെങ്കിലും രാജ്യം ഭരിക്കുന്നത് RSS ആണെന്നും സർവ്വമേഖലയിലും കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിരവധി ന്യൂനപക്ഷക്കാരെ കൊന്നൊടുക്കിയ അതിന്റെ മായാത്ത ചോരപ്പാടും കൈകളിലേന്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ഭരിക്കാനുള്ള നിയോഗത്തിലേക്ക് നരേന്ദ്രമോദി നടന്നെടുക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി BJP പ്രധാനമന്ത്രിയാണെങ്കിലും ഇവിടെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവകമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം VT സോഫിയ മലപ്പുറം, C അനീഷ് കുമാർ, MK ഹെഗൽ, T റൂമീസ്, N ശരത് എന്നിവർ സംസാരിച്ചു. കേരള സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ N രവീണയ്ക്ക് ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. ഇതേ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രവീണ. അൻപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ N രവീണയ്ക്ക് ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹാദരവും അനുമോദനവും നൽകി. സ്വീകരണത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര പുഷ്പ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. കിരീടമണിയിച്ചാണ് രവീണയ്ക്ക് അനുമോദനം നൽകിയത്. സ്കൂൾ PTA കമ്മിറ്റിയുടെയും ചാലപ്പുറം രക്ഷാസമിതിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രവീണയെക്കുറിച്ച് പറയാൻ സഹപാഠികൾക്കും അധ്യാപകർക്കും വാക്കുകൾ ഏറെയായിരുന്നു. ഒരു വിജയം തന്നെയാണ്. കാരണം കേരളത്തിൽ ഒന്നാകെയുള്ള കുട്ടികളുമായി മത്സരിച്ചിട്ടാണ് രവീണ ഈ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. രവീണയ്ക്ക് ഈ ഫീൽഡിൽ തന്നെ തുടരുവാനും ഇനിയും വിജയത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചാലപ്പുറം ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഭവാനി, PTA പ്രസിഡന്റ് സന്തോഷ്, MPTA പ്രസിഡന്റ് മിനി, HSS പ്രിൻസിപ്പൽ ജയപ്രദ, PTA വൈസ് പ്രസിഡന്റ് റൌഫ് എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തണമെന്നും സാധാരണ ജനവിഭാഗത്തിനും പാവപ്പെട്ടവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും സാമൂഹിക പ്രവർത്തക മേധ പട്കർ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തണമെന്നും സാധാരണ ജനവിഭാഗത്തിനും പാവപ്പെട്ടവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും സാമൂഹിക പ്രവർത്തക മേധാ പട്കർ ആവശ്യപ്പെട്ടു. ദൌർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ അർഹതയില്ലാത്തവർക്ക് മാർക്ക് സൌജന്യമായി നൽകി വിജയശതമാനം ഉയർത്തുന്ന നയമാണ് നടപ്പിലാക്കുന്നത്. ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ തീരുമാനമെടുക്കാനുള്ള ആർജവം ഭരണാധികാരികൾക്കുണ്ടാവണമെന്നും വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരണം സമൂഹത്തിന് ദോഷം ചെയ്യുമെന്നും മേധാ പട്കർ പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ഗുണനിലവാര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ML ഗിരി നയിക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. Just as in Gujarat, Gujarat is so much in the air, and the Gujarat model of development is really claimed to be the best. But you may be knowing that Gujarat stands 11th in the hierarchy of the states in the sector of education. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗന്മോഹൻ ചന്ദ്രപുരി അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, BD മജീന്ദ്രൻ, ബഷീർ തോട്ടേക്കാട് എന്നിവർ സംസാരിച്ചു. കേരള വിദ്യാഭ്യാസ നിലവാര തകർച്ച കേരളം എങ്ങോട്ട് എന്ന വിഷയത്തിൽ സെമിനാറിൽ ഡോക്ടർ ആർസു, ഡോക്ടർ PA ഫസൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മഹാരാഷ്ട്രയിലെ ജൽഗോവിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ മീറ്റിൽ ടെന്നീസ് വോളിബോൾ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ അതുൽ നളിൻ S. ദാസിന് കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. 119 പോയിന്റോടെയാണ് അതുൽ 2ാം സ്ഥാനത്തെത്തിയത്. ജനുവരി 16 മുതൽ 21 വരെ മഹാരാഷ്ട്രയിലെ ജൽഗോവിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ മീറ്റിൽ ടെന്നീസ് വോളിബോൾ മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 119 പോയിന്റോടെ 2ാം സ്ഥാനം നേടിയ അതുൽ നളിൻ S. ദാസിന് സ്വീകരണം നൽകി. കേരള സംസ്ഥാന ടീമംഗമായ അതുൽ കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിനിയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ വത്സല ടീച്ചർ, കായിക അധ്യാപകൻ, സ്റ്റാഫുകൾ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് അതുലിന് സ്കൂളിൽ വെച്ച് സ്വീകരണം നൽകിയത്. കായിക പരിശീലനത്തിനായുള്ള സൌകര്യം സ്കൂളിൽ കിട്ടുന്നില്ലെന്നും കാര്യമായ സ്റ്റേഡിയം സ്കൂളിൽ ഇല്ലെന്നും അധികൃതർ പരാതിപ്പെട്ടു. കാൻസർ ബാധിച്ച് കീമോതെറാപ്പിയിലൂടെ മുടി നഷ്ടമായവർക്ക് വിഗ് നിർമ്മിച്ചു നൽകാനായി റെഡ് എഫ്എമ്മും കോപ്പ് വിത്ത് ക്യാൻസർ എന്ന സംഘടനയും സംയുക്തമായി നടപ്പാക്കുന്ന കെയർ ഫോർ ഹെയർ പരിപാടിയുടെ കോഴിക്കോട് ജില്ലയിലെ ഉദ്ഘാടനം നടക്കാവ് ഹോളി ക്രോസ് കോളേജിൽ നടന്നു. ക്യാൻസർ ബാധിച്ച് കീമോതെറാപ്പിയിലൂടെ മുടി നഷ്ടമായവർക്ക് വിഗ് നിർമ്മിച്ചു നൽകാനായി റെഡ് എഫ്എമ്മും കോപ്പ് വിത്ത് ക്യാൻസർ എന്ന സംഘടനയും സംയുക്തമായി നടപ്പാക്കുന്ന കെയർ ഫോർ ഹെയർ പരിപാടിയുടെ കോഴിക്കോട് ജില്ലയിലെ ഉദ്ഘാടനം നടക്കാവ് ഹോളി ക്രോസ് കോളേജിൽ നടന്നു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ നിങ്ങളുടെ നിറഞ്ഞ കയ്യടികൾ അതിന് തക്ക പിന്തുണയായി പുറകെ നിൽക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനി ജോർജ് അധ്യക്ഷം വഹിച്ചു. ചലച്ചിത്ര താരം റോൺസൺ, റെഡ് എഫ്എം ക്ലസ്റ്റർ ഹെഡ് സുരേഷ് കുട്ടിനത്ത്, സൂര്യ TV ബ്യൂറോ ചീഫ് P. അനിൽ, റെഡ് എഫ്എം അസിസ്റ്റന്റ് പ്രോഗ്രാമിംഗ് ഹെഡ് മിനി PS. നായർ, നാച്ചുറൽ ബ്യൂട്ടി സലൂൺ ഉടമ ഡോക്ടർ മായ ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഡിസംബർ 15 ആരംഭിച്ച പരിപാടി വിവിധ ജില്ലകളിലെ സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം കാസർഗോഡ് അവസാനിക്കും. കേട്ടുമാത്രം പരിചയമുള്ള രാജ്യങ്ങളും അവയുടെ സാമ്പത്തികവും ഭൂപ്രകൃതിയും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സ്പെക് സംഘടനയിലെ അംഗങ്ങളായ ഡോക്ടർ സുഗതനും സുഹൃത്ത് V. നാരായണനും. ചാവറ കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേട്ടുമാത്രം പരിചയമുള്ള തായ്ലാന്റ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ ചിത്രപ്രദർശനം കോഴിക്കോട് അമലാപുരിയിൽ നടന്നു. പ്രദർശനത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഈ രാജ്യങ്ങളുടെ സാമ്പത്തികവും ഭൂപ്രകൃതിയും മറ്റും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 സുഹൃത്തുക്കളുടെ യാത്രയാണ് ചിത്രപ്രദർശനത്തിലുള്ളത്. കുടുംബാംഗങ്ങളുമായി തായ്ലാന്റ് സന്ദർശിച്ച ഡോക്ടർ സുഗതനും സുഹൃത്തുക്കളുമായി ഭൂട്ടാൻ സന്ദർശിച്ച V. നാരായണന്റെയും ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്.
കേരള പരിസര സംരക്ഷണ സമിതിയുടെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ തായ്ലൻഡ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ഡോക്ടർ കെ സുഗതൻ, ശ്രീ വി നാരായണൻ എന്നിവർ അവരുടെ യാത്രാനുഭവങ്ങളും ആ രാജ്യങ്ങളിലെ പ്രത്യേക ജീവിത രീതികളെയും പരിസ്ഥിതി സംബന്ധിച്ച പ്രശ്നങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ചാവറ കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇരുവരും സ്പെക് എന്ന സംഘടനയിലെ അംഗമാണ്. ഓരോ മാസവും സംഘാടകർ ഇത്തരത്തിൽ പ്രദർശന പരിപാടികൾ നടത്താറുണ്ട്. സ്പെക് സെക്രട്ടറി പ്രൊഫസർ ദേവദാസ്, ചാവറ കൾച്ചറൽ സെന്റർ സെക്രട്ടറി എം രാധാകൃഷ്ണൻ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ബാഫക്കി തങ്ങൾ മദ്രസ പള്ളി കമ്മിറ്റി മിലാദ് സമ്മേളനം KUDFR ചെയർമാൻ കെ മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. കോതി പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ MP സാഹിർ അധ്യക്ഷം വഹിച്ചു. ബാഫക്കി തങ്ങൾ മദ്രസ പള്ളി കമ്മിറ്റി മിലാദ് കോതി പാലത്തിന് സമീപം നടന്നു. KUDFR ചെയർമാൻ കെ മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. MP സാഹിർ അധ്യക്ഷം വഹിച്ചു. പള്ളി മദ്രസ സെക്രട്ടറി NV ഷംസു, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MP കോയട്ടി, സെയ്ദ് അബൂബക്കർ ബാഫക്കി തങ്ങൾ, കണ്ണമറമ്പ് ജനറൽ സെക്രട്ടറി MP സക്കീർ ഹുസൈൻ, മസ്കത്ത് KMCC പ്രസിഡന്റ് കഴപ്പത്തടി മുഹമ്മദ് അലി, നൈനാംവളപ്പ് മദ്രസ സെക്രട്ടറി TV സക്കീർ ഇമാമുദ്ദീൻ, തെക്കേക്കുവിൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് തക്കോത്ത് മമ്മു പള്ളിക്കണ്ടി, AT മൊയ്തീൻ കോയ, PP നസീർ പള്ളിക്കണ്ടി, C ജാഫർ സക്കീർ, ശിഹാബ് ദാരിമി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള സ്കൂൾ തല ഫുട്ബോൾ മത്സരം ശനി, ഞായർ ദിവസങ്ങളിൽ പെരുന്തുരുത്തി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. A പ്രദീപ് കുമാർ MLA മത്സരം ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം ക്യാമ്പസിലാണ് പ്രദർശനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കാവ്യാത്മക ബന്ധം പ്രമേയമാവുന്ന മാധവ് ശങ്കറിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം ജനുവരി 25 മുതൽ 31 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. 35 ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദർശനം ആർട്ടിസ്റ്റ് ശരത്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തേജസ് ദിനപത്രത്തിന്റെ ദശവാർഷികാഘോഷ പരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് 4:30 കോഴിക്കോട് ടാഗോർ ഹാളിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട്ടെ മുതിർന്ന പത്രപ്രവർത്തകരെ ആദരിക്കുന്നതിനോടൊപ്പം പുരസ്കാരദാനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SNDP യോഗം കേന്ദ്ര വനിതാ സംഘം ചെമ്പഴന്തിയിൽ നിന്ന് തുടക്കം കുറിച്ച മൂല്യജ്യോതി എന്ന പരിപാടിയുടെ ഭാഗമായി ജനുവരി 24 തീയതി 1:30 കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് സദാചാര പെൺമൊഴി എന്ന ചർച്ച ഒരുക്കുന്നു. പട്ടികജാതി പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലെ യൂണിയൻ വനിതാ സംഘം പ്രവർത്തകർ, SNDP യോഗം കൌൺസിലർമാർ, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ, യൂണിയൻ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് സമ്പത്ത് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീശക്തി ചിന്തനം, യുവജന സമാഗമം, ബ്രഹ്മശ്രീ പ്രണവ് ചൈതന്യജിക്ക് സ്വീകരണം എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജനുവരി 25 ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റൽ ഹാളിൽ ശ്രയോവീതി ഏകദിന യുവജന സംഗമവും, വൈകിട്ട് 3:30 ബ്രഹ്മശ്രീ പ്രണവ് ചൈതന്യജിക്ക് സ്വീകരണവും, 26 തിങ്കളാഴ്ച പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്ത്രീശക്തി ചിന്തനവും നടക്കും. 35ാമത് ദേശീയ ഗെയിംസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായ ദീപശിഖ പ്രയാണത്തിന് കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ 24 തീയതി സ്വീകരണം നൽകും. അഴിയൂർ മുതൽ രാമനാട്ടുകര വരെയുള്ള മുഴുവൻ പഞ്ചായത്ത് അതിർത്തികളിലും ദീപശിഖയ്ക്ക് സ്വീകരണം നൽകുന്നതിന് പുറമെ 4 മണിക്ക് മാനാഞ്ചിറയിൽ എത്തിച്ചേരുന്ന ദീപശിഖ സ്പോർട്സ് കൌൺസിലിനോട് ചേർന്ന മൈതാനിയിൽ ആയിരക്കണക്കിന് കായിക താരങ്ങളുടെയും കായിക സംഘാടകരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ മേയർ ഏറ്റുവാങ്ങി കൈമാറുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെട്ടിക്കിടക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ റവന്യൂ സർവേ മെഗാ അദാലത്ത് കോഴിക്കോട്ട്. ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ജില്ലയിൽ വിവിധ പരിപാടികൾ. കോഴയും അഴിമതിയും കൊണ്ട് ഭരണക്കാർ തഴച്ചു വളരുകയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. Premier Genuine Leather Footwear. രോഗവിമുക്ത പാദങ്ങൾ.